ഇപ്പോൾ നമുക്ക് നദിയിൽ കാണാൻ സാധിക്കും. അവിടെ കൃത്യമായി ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയ മേഖലകളിൽ ഇപ്പോൾ മുകളിൽ ഡ്രോണിൻ്റെ ദൃശ്യങ്ങൾ കൂടി കാണാം. ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തിയ മേഖലകളിൽ തന്നെ ആർമിയുടെയും ഒപ്പം തന്നെ നേവിയുടെയും NDRFിൻ്റെയും ഒക്കെ സേനാംഗങ്ങൾ നദിയിൽ 2 ബോട്ടുകളിലായി ഇപ്പോഴും പരിശോധന തുടരുകയാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 മുതൽ 8 വരെയുള്ള നോട്ട്സ് ആണ് ഇപ്പോൾ. ദീപക് മലയമ്മ 3 പേരെയാണ് കാണാൻ ഉള്ളത്. ഇനിയും ഒന്ന് അർജുനാണ്, ഒന്ന് ലോകേഷ്, ഒന്ന് ജഗന്നാഥൻ. 2 പേരും കർണാടക സ്വദേശികളാണ്. കഴിഞ്ഞ ദിവസം ശരവണൻ എന്ന ടാങ്കർ ലോറിയുടെ ഡ്രൈവറുടെ ശരീരഭാഗങ്ങളാണ് കിട്ടിയത്. ബാക്കി ഭാഗങ്ങൾ ഇതുവരെ കണ്ടെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ടാങ്കറിൻ്റെ ക്യാബിനടക്കം ഈ പുഴയുടെ അടിയിലുള്ള 4 ലോഹഭാഗങ്ങളിൽ ഉണ്ട് എന്നതാണ് ഇന്നലെ ഇന്ദ്രബാലൻ എത്തിയിരിക്കുന്ന കൺക്ലൂഷൻ. ഇന്നിപ്പോൾ നടത്തുന്ന പരിശോധന പ്രധാനമായും ഈ പുഴക്കരയിൽ ലക്ഷ്മണന്റെ കടയിരുന്ന ഭാഗത്തോ അതിനോട് ചേർന്നുള്ള പുഴയുടെ ഓരങ്ങളിലോ എവിടെയെങ്കിലുമായി ഈ 3 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നതറിയാനല്ലേ. അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. കാരണം ഇപ്പോൾ കാണുന്ന ദൃശ്യത്തിൻ്റെ ഇടതുവശത്ത് നമുക്ക് ഒരു ദൃശ്യത്തിലേക്ക് പോകാം. ഈ കാണുന്നത് അവിടെ കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ ആഴത്തിൽ മണ്ണെടുപ്പ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യകത എന്ന് പറയുന്നത് ആ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു അന്ന് ലക്ഷ്മണൻ്റെ കടയുണ്ടായിരുന്നത്. ആ കടയിൽ 4 പേർ ആ സമയം ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ് SP ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്ന വിഷയം. ആ സമയത്ത് 4 പേരുണ്ടായിരുന്നതിൽ 4ാമനായി അർജുൻ ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ലോകേഷും ജഗന്നാഥനും എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ശരവണൻ്റെ DNA പരിശോധന പൂർത്തിയാക്കി. അത് ലഭിച്ചിരിക്കുന്നത് ശരവണൻ്റെ ദേഹം തന്നെയാണ് എന്നുള്ള സ്ഥിരീകരണം വന്നു എന്നുള്ളത് നേരത്തെ കാർവാർ MLA പറയുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിൽ ഇനി 3 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. അവിടെ ആഴത്തിൽ മണ്ണെടുപ്പ് പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഉണ്ടായിരുന്ന പുഴയുടെ ആ ഗതിയിൽ നിന്ന് മാറ്റം വന്നിരിക്കുന്ന ഭാഗത്തെ മണ്ണ് പൂർണ്ണമായും ഇവിടെ നിന്ന് ബൂം എക്സ്കവേറ്റേഴ്സ് ഉപയോഗിച്ച് ഏറെ മുൻപിൽ നിന്നും ആ മണ്ണ് കോരിയെടുത്തതിന് ശേഷം ഹിറ്റാച്ചിയുടെ ഭാഗത്തേക്കിട്ട് അവിടെ നിന്നും മറ്റ് ലോറിയിലേക്ക് കയറ്റിയതിന് ശേഷം ഇവിടെ നിന്നും മാറ്റുന്ന നടപടികളാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ ആ മേഖലയിൽ നിന്ന് ഇപ്പോൾ മണ്ണ് ആഴത്തിൽ കോരുന്ന ഭാഗം അവിടെ തന്നെ നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ആ ഭാഗത്തേക്ക് തന്നെ ഒന്ന് ഫോക്കസ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതായത് ഇപ്പോൾ ആ മണ്ണ് കോരി മാറ്റുന്ന ഭാഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് ലക്ഷ്മണന്റെ ധാബ ഇരുന്നത്. എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് കോരി മാറ്റുന്ന പുഴയോട് ചേർന്നുള്ള തിട്ട, അത്രയും താഴേക്ക് പുഴയുടെ ഓരത്തേക്ക് ഈ തിട്ടയുണ്ടായിരുന്നില്ല. ഈ മണ്ണൊലിച്ച് മുകളിൽ നിന്ന് വന്ന മണ്ണുകൂടി ചേർന്നാണ് ആ കടയടക്കം പുഴയിലേക്ക് പതിച്ചത്. കടയിലുണ്ടായിരുന്നത് ജീവനക്കാരനും ലക്ഷ്മണന്റെ കുടുംബവുമടക്കം 5 പേരാണ്. ഒപ്പം അവിടെ ഭക്ഷണം കഴിക്കാൻ അർജുൻ എത്താനുള്ള ഒരു സാധ്യത കൂടി തള്ളിക്കളയുന്നില്ല എന്നാണ് ഉത്തര കന്നഡ SP നാരായണ പറഞ്ഞത്. ഇപ്പോൾ 2 എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട്, മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യുന്നത് ആ കടയിരുന്ന ഭാഗത്തെയാണ്. ആ നദിയിലേക്ക് ഇറങ്ങി ഒരു ചതുപ്പ് പോലെ നിൽക്കുകയായിരുന്നു. അവിടെ ധാരാളം മരങ്ങളുമുള്ള ഒരു മേഖലയായിരുന്നു. അവിടെയാണ് ഇപ്പോൾ മണ്ണ് പൂർണ്ണമായും നീക്കി നോക്കുകയാണ്. ഒരു കൊട്ട മണ്ണ് പോലും അവിടെ ഒഴിവാക്കുന്നില്ല. താഴെ മുതലുള്ള മണ്ണ് കോരി മാറ്റുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാമെന്ന് കരുതുന്നു ദീപക്. അവിടെ നിന്നുള്ള മണ്ണു നീക്കം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആ ഭാഗത്താണ് ആ കടയിരുന്നത്. ആ കടയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ ലോകേഷും ജഗന്നാഥനും ഒപ്പം അർജുൻ ഒരുപക്ഷെ ആ കടയിൽ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മണന്റെ ചായക്കടയിരുന്ന ഭാഗത്താണ് ഇപ്പോൾ 2 എക്സ്കവേറ്ററുകളും ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നത്. ആ കടയിരുന്നത് അതിന് തൊട്ടു പിന്നിലായി 2 മരങ്ങൾ ഉണ്ടായിരുന്നു. ആ മരങ്ങളുടെയൊക്കെ കഷ്ണങ്ങൾ നദിയിലേക്ക് വീണിരുന്നു. അതെല്ലാം ഒഴുകി പോവുകയും കുറേയൊക്കെ താഴെ അടിത്തട്ടിൽ തങ്ങി നിന്നത് അല്പം മുമ്പ് കോരി മാറ്റിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി കോരി മാറ്റിയിരുന്നു. ഇപ്പോൾ ആ കടയിരുന്ന ഭാഗത്ത് എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുകയാണ്. അവിടെ എവിടെയെങ്കിലും ഇവരെ 3 പേരെയും കണ്ടെത്താൻ കഴിയുമോ എന്നറിയുന്നതിനായുള്ള അവസാനവട്ട തെരച്ചിൽ നടത്തുകയാണ്. അതേസമയം തന്നെ പുഴയിലെ പരിശോധനയും നമ്മൾ കാണുന്നു. തത്സമയം പുഴയിൽ ആ വലിയ മൺകൂന അതേപടി തന്നെ രൂപപ്പെട്ട് നിൽക്കുകയാണ്. നേരത്തെ ഐബോട്ട് ഡ്രോൺ കണ്ടെത്തിയ 4 ലോഹ സാന്നിധ്യങ്ങളിൽ ഒന്ന് ആ നടുവിലെ മൺകൂനയ്ക്കടിയിലുമാകാം. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് ഈ ലോഹഭാഗങ്ങൾ കിടക്കുന്നത്, ചേർന്നല്ല എന്നും സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ പുഴയിൽ നിന്ന് 20 മീറ്റർ മുതൽ 50 മീറ്റർ വരെയുള്ള ഇടയിലായി പലയിടങ്ങളിലായി ചിതറിക്കിടക്കുകയാണ്. ഈ 30 അടിയോളം താഴ്ചയിലേക്കാണ് 3ാമത്തെ സ്പോട്ട് ഉള്ളത്. ആ 3ാമത്തെ സ്പോട്ടിൽ അർജുൻ്റെ ട്രക്കാണ് കിടക്കുന്നതെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നേവിയുടെ ബോട്ട് നീങ്ങുന്നത്. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വാർത്താസംഘം. ദീപക് മലയമ്മയാണ് ഓൺ സ്പോട്ട് ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദീപക് മലയമ്മ, കരയിൽ ഇപ്പോൾ കരസേനയുടെ നേതൃത്വത്തിലല്ലേ പൂർണ്ണമായും രക്ഷാപ്രവർത്തനം? സൈന്യത്തിലെ 2 വിഭാഗങ്ങൾ ഒരേ സമയം ആക്റ്റീവായി രക്ഷാപ്രവർത്തനത്തിൽ നിൽക്കുകയല്ലേ? ദൈനംദിന ജീവിതാവസ്ഥകളിലൂടെ കടന്നുപോയിരുന്നു ഒരുപാട്
തീർച്ചയായും കരസേനയുടെ നേതൃത്വത്തിൽ കരയിൽ നിന്ന് ഈ ഡ്രോൺ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിക്കുന്ന സിഗ്നലുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ട്, വിശകലനം ചെയ്യുന്നത് നമുക്ക് ഒരു വശത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ നേവിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ തിരച്ചിൽ ഉൾപ്പെടെ ഈ മേഖലയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ സുജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഐബോട്ട് സംവിധാനം ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടുള്ള ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പരിശോധനകൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ അനുകൂലമായ അന്തരീക്ഷം സംജാതമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ രീതിയിലുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. അവിടെ നമുക്ക് ഞാൻ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി മാറുകയാണെങ്കിൽ ആ ഒരു മേഖലയിൽ, അതായത് നമ്മൾ നേരത്തെ തന്നെ വീണ്ടും സൂചിപ്പിച്ച ലക്ഷ്മണൻ്റെ കടയിരിക്കുന്ന ആ മേഖലയിൽ ഒഴുകി വന്നിരിക്കുന്ന കല്ലിൻ്റെയൊക്കെ ഒരു വലിപ്പമൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. അവിടെ ബൂം എക്സ്കവേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ നീക്കം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. നേരത്തെ അല്പം മണ്ണ് ഈ മേഖലയിലേക്ക് തന്നെ നീക്കിയിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് അവിടെ നിന്നും നീക്കം ചെയ്തുകൊണ്ട് ഒരു പരിശോധന വീണ്ടും ആ മേഖലയിൽ നടത്താനുള്ള നീക്കങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ചില സംശയങ്ങൾ കൂടി അത്തരത്തിൽ വന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്രയും ഊർജിതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതേസമയം തന്നെ ഒട്ടും തള്ളിക്കളയുന്നില്ല എം ഇന്ദ്രബാലൻ നൽകിയിരിക്കുന്ന ഇമേജുകളും അതിൻ്റെ ചില സൂചനകളും. ആ ലോറിയുടെ ക്യാബിനകത്ത് ഇപ്പോൾ അർജുൻ ഉണ്ടാകുമോ എന്നുള്ള സംശയത്തിന് അതിന് ഒരു ഉത്തരം കിട്ടുന്നതിന് വേണ്ടി അതേസമയം തന്നെ മറുവശത്ത് പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ആ ഡിങ്കി ബോട്ടുകളൊന്ന് നോക്കിയാൽ നമുക്കറിയാം ആ ജലത്തിൻ്റെ ഒഴുക്കിൻ്റെ ശക്തി നമുക്ക് ഒന്നുകൂടി ക്ലോസ് വെച്ച് കൊടുത്താൽ മനസ്സിലാകുമെന്ന് കരുതുന്നു. ആ ബോട്ടിൻ്റെ തൊട്ടരികിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. ആ യന്ത്രം ഘടിപ്പിച്ച ആ ബോട്ടായതുകൊണ്ട് മാത്രമാണ് ആ മേഖലയിൽ അങ്ങനെയെങ്കിലും ആ സംഘത്തിന് അതായത് 4 ലോഹഭാഗങ്ങൾ 3 സ്പോട്ടുകളിലായി കിടക്കുന്നു. അവിടെയുള്ള തെരച്ചിൽ, അതിൽ 3ാമത്തെ സ്പോട്ടിലുള്ള അർജുന്റെ വാഹനത്തിൽ നിന്ന് ബോഡി ഹീറ്റ് കിട്ടിയിട്ടില്ല, മനുഷ്യ സാന്നിധ്യം കിട്ടിയിട്ടില്ല എന്നത് ഉണ്ടെങ്കിൽ പോലും ആ ക്യാബിനുള്ളിലേക്ക് എത്തി അതൊന്ന് നേരിട്ട് ഉറപ്പുവരുത്തുക, ആ ഒരു ദൗത്യമാണ് ഇപ്പോൾ നേവി ഏറ്റെടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ പുഴയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നറിയുന്നതിനായി ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന അവിടെ തുടരുന്നുണ്ട്. കരയിലെ തെരച്ചിൽ നോക്കൂ, ആ കരയിലെ എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനുണ്ടോ മണ്ണിനടിയിൽ എന്നറിയുന്നതിന് അവർ വളരെ പതിയെയാണ് മണ്ണ് നീക്കി മാറ്റി നോക്കുന്നത്. ഓരോ ഭാഗത്തുമുള്ള മണ്ണ് വളരെ സൂക്ഷ്മമായി അവർ കോരി മാറ്റുകയാണ്. കടയിരുന്ന ഭാഗം അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നു. അതോടൊപ്പം തന്നെ ഡ്രോൺ നിരീക്ഷണം നടത്തുന്നു. ഒപ്പം നേവിയുടെ സംഘം ഈ 7 നോട്ട്സ് വരെ പോകുന്ന അടിയൊഴുക്കിന്റെ തീവ്രത അല്പമെങ്കിലും കുറയുകയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി പരിശോധിക്കാൻ നോക്കുന്നു. അവിടെയുള്ള വിസിബിലിറ്റി പ്രശ്നം, 0 വിസിബിലിറ്റി എന്നാണ് നേവിയുടെ സംഘം നേരത്തെ പറഞ്ഞത്. നദി ഇപ്പോഴും കലങ്ങി ഒഴുകുകയാണോ ദീപക്? കലക്ക വെള്ളത്തിന് അല്പം വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ വരുമ്പോൾ കാണുന്ന രീതിയിലല്ല ഇന്ന് ഗംഗാവലിയുടെ ഒഴുക്ക് എന്നുള്ളതാണ്. അത് അത്ര കണ്ട് ജലനിരപ്പ് ഉയർന്നു എന്ന് എനിക്ക് ഇന്നലെ കണ്ട കാഴ്ചയിൽ നിന്ന് തോന്നുന്നില്ല. ജലനിരപ്പിൻ്റെ കാര്യത്തിലല്ല ഉയർച്ചയുണ്ടായിരിക്കുന്നത്, മറിച്ച് അതിൻ്റെ അടിയൊഴുക്ക് ഇപ്പോഴും ഇന്നലത്തേതിന് സമാനമായി തുടരുന്നു എന്നുള്ളതാണ് പ്രതിസന്ധിയായി തുടരുന്നത്. ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഒരു വശത്ത് നടക്കുന്നുണ്ട്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന തൊട്ട് താഴെ ഡിങ്കി ബോട്ടുകളിൽ സേനാംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർക്കപ്പോഴും ഡൈവ് ചെയ്യാനുള്ള പരിമിതി ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രതിസന്ധിയായി ഇപ്പോഴും തുടരുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മളിത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ അടിയൊഴുക്ക് 2 നോട്ടിലേക്ക് തിരികെ എത്തുന്നത് വരെ എത്രത്തോളം സാഹസികമാണ് ഈ പ്രവൃത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നിയന്ത്രിച്ച് നിർത്താൻ, അടിയൊഴുക്ക് നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് നേരത്തെ എം കെ രാഘവൻ MP ഒക്കെയായി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹവും പറയുന്നത് ആർമിയും ഒപ്പം തന്നെ നേവിയും ചേർന്നുകൊണ്ട് ഒരു പ്ലാൻ രൂപീകരിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. അത്തരമൊരു പ്ലാൻ രൂപീകരിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സൂര്യൻ നല്ല പ്രകാശം നൽകുന്ന ഒരു അവസ്ഥ കൂടി ഈ മേഖലയിലുണ്ട്. ഇത് വളരെ അനുകൂലമായ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നദിയിലെ ഒഴുക്ക് തന്നെ വലിയ വില്ലനായി തുടരുകയും ചെയ്യുന്നു. മണ്ണ് നീക്കം ഈ മഴ അല്പം മാറി നിന്നതുകൊണ്ട് തന്നെ വളരെ വേഗതയിൽ തന്നെയാണ് ഈ മേഖലയിൽ പുരോഗമിക്കുന്നത്. നമുക്ക് 2 സാധ്യതകൾ, ആ 2 സാധ്യതകൾ എവിടെയെങ്കിലും ഒരിടത്ത് അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെ ഈ ദൗത്യസംഘം പൂർണ്ണമായും വെച്ച് പുലർത്തുന്നുണ്ട്. ആ പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴൽ വീഴാതെ ഇരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. 2 ബൂം എക്സ്കവേറ്റേഴ്സ് ഒരേ സമയം തന്നെ മണ്ണ് നദിയുടെ ഓരത്തു നിന്ന് നീക്കി റോഡരികിലേക്ക് വെച്ചു കൊടുക്കുന്നു. അവിടെ നിന്ന് മറ്റ് ഹിറ്റാച്ചികൾ വഴി അത് ലോറിയിലേക്ക് കയറ്റിയ ശേഷം തിരികെ പോകുന്ന കാഴ്ച. ഇവിടെ എത്ര ശ്രമകരമാണ് ദൗത്യം എന്ന് നോക്കൂ സുജയ. ആ ലോറി ഇപ്പോൾ മണ്ണ് കയറ്റി നിർത്തിയതായിരുന്നു, അവിടെ നിന്നും പോകാൻ ഒരുങ്ങുകയായിരുന്നു. അതിൻ്റെ ടയറുകൾ ഇപ്പോൾ ആ ചെളിയിലേക്ക് ആഴ്ന്നിറങ്ങി പോയിരിക്കുകയാണ്. തിരിച്ച് ആ മണ്ണ് വീണ്ടും അവിടെ തന്നെ ഇറക്കിയിടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടും എളുപ്പമല്ലാത്ത അതീവ ദുഷ്കരമായ മേഖലയിൽ നിന്നുകൊണ്ടാണ് ഈ പ്രവൃത്തികളെല്ലാം ഏകോപിപ്പിക്കുന്നതെന്ന് ഓർക്കേണ്ടതുണ്ട്. ആ മേഖലയിലേക്ക് കൂടി ദൃശ്യങ്ങളിലേക്ക് പോയാൽ അതിൻ്റെ ആഴം, അതായത് ആ
60 ഫീറ്റുള്ള ബൂം എക്സ്കവേറ്റേഴ്സ് മാക്സിമം നദിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാവുന്ന വിധത്തിൽ ഇപ്പോൾ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മണന്റെ തട്ടുകടയുണ്ടായിരുന്ന ആ ഭാഗത്ത് ഏതാണ്ട് 1.5 മീറ്ററോളം മണ്ണ് ഇപ്പോൾ താഴ്ചയിലേക്ക് നീക്കി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഭാഗത്തുള്ള മണ്ണ് കൂടി നീക്കുന്ന പ്രവൃത്തികൾ ഒരേ സമയം തന്നെ പുരോഗമിക്കുകയാണ്. ആ നദിയിലേക്ക് തൊട്ടുകിടക്കുന്ന ആ ഭാഗത്താണ് ഇപ്പോൾ ആ ബൂം എക്സ്കവേറ്റേഴ്സിൻ്റെ ബക്കറ്റ് വന്ന് നിൽക്കുന്നത്. അവിടേക്ക് അല്പം കൂടി മുന്നിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് മണ്ണ് എടുക്കാനുള്ള ശ്രമങ്ങൾ ടെക്നീഷ്യൻ നടത്തുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഒട്ടും ക്ഷീണിക്കാത്ത തരത്തിൽ, ഒട്ടും ക്ഷീണം കാണിക്കാത്ത തരത്തിൽ ഓരോ ടെക്നീഷ്യന്മാരും അവരുടെ പ്രവർത്തനം അത്ര കണ്ട് ഊർജ്ജസ്വലമായി തന്നെ ഇവിടെ നിർവഹിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വരും. ഇന്ന് വരുന്ന ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണിത്. എങ്ങനെയാണ് ഈ മേഖലയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഏറ്റവും വ്യക്തമായ ദൃശ്യങ്ങൾ. ഒരു വശത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോറിയിലേക്ക് കയറ്റി വെച്ച മണ്ണ് വീണ്ടും ഇറക്കേണ്ടി വരുന്നു ആ വാഹനം മുന്നോട്ട് എടുക്കുന്നതിന് വേണ്ടി. ഇങ്ങനെ ശ്രമകരമായ ദൗത്യം എല്ലായ്പ്പോഴും തുടരുകയാണ്. അതിനാണ് കാലാവസ്ഥ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത്. ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് പറയാൻ സാധിക്കുക.